ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എന്നാൽ ഡേ ഫുള്ളായിട്ടുള്ളതുമില്ല, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും. ഈ വീഡിയോ റാഷിയുടെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോയിരുന്നതാണ് തുമാമയിലുള്ള സെയ്ദിന്റെ ചായക്കട. പിന്നെ വീടിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ കലവറ റെസ്റ്റോറൻറ്റ് വന്നായിരുന്നു. പിന്നെ അവിടുത്തെ ചായ കുഴപ്പമില്ലാതാണ് അവിടെ നിന്നായി ചായ കുടിക്കല്. ഈ വീഡിയോ എടുക്കുന്നതിന്റെ തലേ ദിവസം തുമാമയില് സെയ്ദിന്റെ അടുക്ക് വന്നപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ പണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, B46 എന്ന് പറഞ്ഞിട്ട്. അത് ഫുള്ള് ജ്യൂസുകളും ഷവർമയൊക്കെ ആയിരുന്നു, വെറൈറ്റി ജ്യൂസുകളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിപ്പോൾ മാറ്റി പണിതിട്ടുണ്ട്, ഒരു തട്ടുകട രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ചായ കുടിച്ചു. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ചായ ആയിരുന്നു. തട്ടുകടയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പം അവിടെ ഒരു കോംബോ ഉണ്ടായിരുന്നു, ദോശയും ബീഫ് റോസ്റ്റും. അത് കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കഴിഞ്ഞു, രാവിലെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം അത് കാരണമാണ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് നേരെ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലോ കട്ട പോസ്റ്റ്, നല്ല തിരക്കുണ്ടായിരുന്നു, സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അകത്തേക്ക് കയറിയത്. ഇപ്പോഴും ചമ്മിപ്പോയി, ദോശയും ബീഫ് റോസ്റ്റും അപ്പോഴും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പവും ചിക്കൻ കറിയും ചായയും മസാല ദോശയും ഓർഡർ ചെയ്തു. മസാല ദോശ വരാൻ കുറച്ച് വൈകിപ്പോയി. അവരെ ചായ കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും ഒരു രക്ഷയില്ല, അമ്മാതിരി ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അവിടെ. ഇതുപോലെ ലൈവായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവർ ചെയ്തു തരുന്നത്. എടുത്തു പറയേണ്ടത് അവിടുത്തെ ചായയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഞങ്ങൾ ചായ അടിച്ചിറങ്ങുമ്പോഴത്തേനും അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ വെള്ള കളറിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വേൾഡ് കപ്പ് നടന്ന തുമാമ സ്റ്റേഡിയം. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരേ കളറും ഏകദേശം ഒരേ മോഡലുമാണ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വീട്ടിലേക്ക് പോന്നു. വേറെ എവിടെ ഇറങ്ങാനും ഒന്നിനും പറ്റില്ല, കാരണം കത്തി കരിഞ്ഞു പോകും, അങ്ങനത്തെ ചൂടാണ്. ഇപ്പം എവിടെ നോക്കിയാലും ഈത്തപ്പഴം ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നതാണ്. ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ സീസൺ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. എന്നെ അവിടെ ഇറക്കിയിട്ട് റാഷി നേരെ വണ്ടി കഴുകാനായിട്ട് പോയി. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പം പോയത്. പിറ്റേ ദിവസം സ്കൂളും തുറക്കല്ലേ. അങ്ങനെ ഞാൻ എന്താ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെങ്കിൽ കൂടി ഇതിൽ ഞാനൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ പോയിട്ട് ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. രാവിലെ തന്നെ ചായയുടെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് എല്ലില്ലാത്ത ചിക്കൻ വേണം. ആദ്യം വിചാരിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനും കൂടെ ചിക്കനും കൂടെയാണ് വെള്ളത്തിലിട്ടത്. പിന്നെ അതിൽ നിന്ന് ഒരു കഷ്ണം ചിക്കൻ എടുത്ത് മാറ്റി ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നുള്ളത് എഗ് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ ചില്ലി ചിക്കനും. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് എല്ലില്ലാത്ത ചിക്കനാണ്. അങ്ങനെതാ ഞാൻ ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ചിടണം. പെട്ടെന്ന് തന്നെ ഐസ് വിട്ട് കിട്ടും, കാരണം അത്ര ചൂടുള്ള വെള്ളമാണ് ഇപ്പോൾ പൈപ്പിൽ നിന്ന് വരുന്നത് തന്നെ. ചിക്കൻ ഐസ് വിടുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കി വെക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ചൂടാറിയിട്ടുള്ള റൈസാണ് വേണ്ടത്. അപ്പോൾ അതാ അരി അവിടെ എടുത്തിട്ടുണ്ട്. അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അരിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ചൂടാറിയാലേ നമ്മൾ ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ശരിയായ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. ചൂടുള്ള ചോറോടുകൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞിരിക്കും. ഇനിയിപ്പോൾ ചില്ലി ചിക്കനിക്കും ഫ്രൈഡ് റൈസിക്കും വേണ്ട ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാബേജ് ഇത്രയാണ് ഫ്രൈഡ് റൈസിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും അതിൻ്റെ അറ്റത്തുള്ള ഒരു വെള്ളയില്ലേ, അതൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞ് സിബ്ലോ കവറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫ്രൈഡ് റൈസിലേക്ക് പച്ചക്കറിയായിട്ട് ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം കേട്ടോ. പിന്നെ ക്യാപ്സിക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ചോറിൻ്റെ വേവ് നോക്കണം കേട്ടോ. ചോറ് ഭയങ്കരമായിട്ട് വെന്ത് പോവാണ്ട് നോക്കണേ. അപ്പോൾ ഇതിപ്പോൾ വെന്ത് തുടങ്ങണുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പച്ചക്കറികൾ മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കണം. ചില്ലി ചിക്കനുകൾക്ക് ഞാൻ സവാളയും ക്യാപ്സിക്കം ക്യൂബായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഒക്കെ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ.
ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം ഫ്രൈഡ് റൈസിലേക്ക് എടുത്തിട്ടുണ്ട്, കാൽഭാഗം ചില്ലി ചിക്കനിലേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ മാറ്റി വെച്ചു. പിന്നെ ആ ചില്ലി ചിക്കനിലേക്കുള്ള പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ഓണിയനും അതിൻ്റെ ആ ഒരു വെള്ള കളറിലുള്ള ആ ഒരു അറ്റത്തതില്ലേ, അതും വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതാ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞ മാതിരി ഓവറായിട്ട് വേവാനായിട്ട് നിൽക്കരുത് കേട്ടാ. അപ്പോൾ ഇതേ ചോറ് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ഐസൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ക്യൂബായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേ BDF ഒക്കെ ഉണ്ടാക്കൂലേ, ആ ആകൃതിയിൽ വേണമെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ശരിക്കും ചില്ലി ചിക്കൻ ഇതുപോലെ ക്യൂബായിട്ടാണ് വേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ബീഫാണെങ്കിലും അങ്ങനെയുള്ള എല്ലാം ക്ലീൻ ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ്. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, പിന്നെ സൊർക്ക് ഒഴിച്ച് കൊടുക്കും, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്പി കഴുകും. നോൺ വെജൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പും ആ ഒരു ഉളുമ്പുമണവും ഒക്കെ ഇറച്ചിയുടെ ആണെങ്കിലും മീനിൻ്റെ ആണെങ്കിലും പോവും. പിന്നെ നമുക്ക് 2-3 വട്ടം വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാല തേക്കാം. ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഇതിലിട്ടിട്ടില്ല, അത് ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ അത് അലക്കിയ തുണികളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ തുണികൾ മടക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആ തുണികളൊക്കെ ഇനിയിപ്പോൾ മടക്കി ഒതുക്കി വെച്ചതിന് ശേഷം വേണം ബാക്കി പണി തുടങ്ങാൻ. തുണികളൊക്കെ മടക്കി എടുത്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിടാം. ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രം തുടയ്ക്കാറുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് പിന്നെ വലിയ കച്ചറ ആവില്ല. അതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തുടയ്ക്കലുള്ളൂ. അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും റാശി വന്നിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സവാള, ക്യാരറ്റ്, ബീൻസ് ഇത് 3ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ആണല്ലോ കുറച്ചും കൂടെ വേവുള്ളത്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വെന്ത് കിട്ടരുത് കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വാടി വരാൻ പാടുള്ളൂ. കൂടെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 3ഉം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ചോറിൽ പാകത്തിന് ഉപ്പുണ്ട്. ഇങ്ങനെ ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കും ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടണം. ചെറിയ രീതിയിലൊന്ന് വാടി വന്നതിന് ശേഷം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ അറ്റത്തുള്ള ആ ഒരു വെള്ള പോർഷനില്ലേ, അത് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് മുട്ട ഉടച്ചൊഴിച്ച് വാട്ടിയെടുക്കുന്നത്. വേറെ പാത്രത്തിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ അതേ പച്ചക്കറികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട ഇട്ട് കൊടുത്തങ്ങാനിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തിപ്പൊരിക്കൂലേ, അങ്ങനെ. മുട്ട നന്നായിട്ട് വാടി വന്നതിന് ശേഷം പിന്നെ ആ വെജിറ്റബിൾസൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. റൈസ് ഇട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കണവരുണ്ട് കേട്ടോ. അതിനേക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ചില്ലി സോസ് ഇല്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ എരിവിന് ആവശ്യമുള്ള കണക്കനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറില്ലേ അതിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് പിന്നെ ഓണാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയണതെന്നറിയാം, എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനകത്ത് റെസിപ്പി പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ സ്പ്രിംഗ് ഒനിയൻ കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചില്ലി ചിക്കൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് തന്നെ ഇടാം. അതും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഗ്രേവി ടൈപ്പിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കലാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയല്ലേ പുളിയില്ലാത്ത നല്ല കട്ട തൈര് കൂട്ടി കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തൈര് ആ പാത്രത്തിൽ തന്നെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി വേറൊരു പാത്രത്തിലേക്ക് പകർത്തണ്ടല്ലോ, അത് കാരണം അതിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ബാക്കി വന്ന ഫുഡും കാര്യങ്ങളൊക്കെ ആ പാത്രത്തിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കി ഇങ്ങോട്ട് വയ്ക്കും. ഇത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.